ഹായ് ഓൾ. സോ ഇന്നൊരു പുതിയ ലേണിംഗ് സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ട്രേഡിംഗ് സൈക്കോളജി. സോ നമുക്കറിയാം ഏതൊരു ബിസിനസ് പോലെയും നമുക്ക് ട്രേഡിങ്ങിൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻ്റെ എക്സ്പീരിയൻസ് നിന്നിട്ടും പിന്നെ ഞാൻ റെഫർ ചെയ്ത കുറച്ച് വീഡിയോസും ബുക്സിൽ നിന്നിട്ടും കുറച്ച് പോയിൻറ്റ്സ് എടുത്തിട്ടാണ് ഈ സെക്ഷൻ ചെയ്യുന്നത്. അപ്പം ട്രേഡിംഗ് സൈക്കോളജിയിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നതാണ് ട്രേഡിംഗ് ഇമോഷൻ. സോ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരം ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പം ആ ഒരു ഇമോഷൻസിൽ നിന്ന് നമ്മൾ ലാഭം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. എന്നാൽ നമ്മൾ നഷ്ടം വരുത്തുമ്പം, നമ്മുടെ ഇമോഷൻസ് കാരണം നഷ്ടം വരുത്തുമ്പം, നമ്മുടെ ബാക്കി അനാലിസിസും നമ്മുടെ സ്ട്രാറ്റജി എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഇമോഷൻസ് കാരണം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ മുന്നോട്ടുള്ള ട്രേഡിംഗ് കരിയറിനെയും മുന്നോട്ടുള്ള ട്രേഡിംഗ് ജേണിയും വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. സോ നമുക്ക് ഈ സെക്ഷനിൽ നോക്കാം ട്രേഡിങ്ങിൽ നമുക്ക് ഇമോഷൻസ് എങ്ങനെ വർക്ക് ആവുന്നെന്നും അതിന് എന്താണ് കാരണമെന്നിട്ടും ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു ബിഫോർ ട്രേഡ് മലയാളം. സോ ട്രേഡിംഗ് ടൈമിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രണ്ട് ഇമോഷൻസാണ് കോൺഫിഡൻസ് ആൻഡ് ഫിയർ. അപ്പോൾ നമുക്ക് എപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവണം, എപ്പോൾ ഫിയർ ഉണ്ടാവണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ സ്മൂത്ത്നെസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. സോ കോൺഫിഡൻസും ഫിയറും തെറ്റായ ഇടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് നമ്മുടെ ട്രേഡിംഗ് ഫീൽഡിൽ പ്രത്യേകിച്ചും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കോ ഓപ്ഷൻസോ എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു 100 റുപ്പീസിൽ നമ്മൾ ബൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ 100 റുപ്പീസാണ് നമ്മുടെ ബൈ പ്രൈസ്. സോ നമ്മളിതിനൊരു സ്റ്റോപ്പ് ലോസ് 70 നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. സോ ഇതെല്ലാം ഒരു റാൻഡം കണക്കാണ് ഞാൻ എടുക്കുന്നത്. സോ 70. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ 200 ആണ് ടാർഗറ്റ്. സോ നമ്മുടെ അനാലിസിസ് പ്രകാരം, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം മാർക്കറ്റ് 200 എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് വരെ എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സോ നമ്മൾ 100ൽ ബൈ എടുത്തു. എന്തായിരിക്കും സംഭവിക്കുന്നത്? മാർക്കറ്റ് ഒരിക്കലും 100ൽ നിന്ന് നേരെ 200ലേക്ക് അങ്ങനെ പോവില്ല. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഇവിടെ വരെ കുറച്ച് പോവും, അതിന് കുറച്ച് താഴ്ത്ത് വരും, വീണ്ടും ഇങ്ങനെ പോവും, അതിനുശേഷം തിരിച്ച് താഴ്ത്ത് വരും, നമുക്ക് ലോസും കാണും. സോ പ്രോഫിറ്റും ലോസും ഇങ്ങനെ മാറി മാറി കാണിക്കും. അതിനുശേഷം ഇത്രയും വരെ ലോസ് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി ഇവിടെ വരെ എത്തി. ഏകദേശം 130ൽ എത്തിയപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി കുറച്ച് ലോസ് ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഏരിയയിൽ നമ്മൾ കുറച്ച് ലോസ് കണ്ടിട്ടുണ്ട്, ആദ്യം നല്ലൊരു പ്രോഫിറ്റ് കണ്ടു. സോ ഈ സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ ഫിയർ ജനറേറ്റ് ആവും. അതായത് ഞാനിപ്പോൾ എടുത്ത പ്രോഫിറ്റ് എനിക്ക് നഷ്ടപ്പെടുവോ, ഇനി ഇത് ഇവിടുന്ന് തിരിച്ച് താഴേക്ക് വന്നാൽ എനിക്ക് ലോസ് സംഭവിക്കുമോ എന്നുള്ളൊരു ഫിയർ നമുക്കവിടെ ജനറേറ്റ് ആവും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ 130ൽ അങ്ങ് എക്സിറ്റ് ചെയ്ത് മാറുന്നു. സോ ഇതാണ് സിനേറിയോ 1. സോ നമ്മൾ 100ന് ബൈ ചെയ്തു, 200 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ 130 ആയപ്പോൾ തന്നെ നമ്മളങ്ങ് എക്സിറ്റ് ചെയ്ത് മാറി. സോ ഈ ട്രേഡിൽ നിന്ന് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തു. അപ്പം ഇതാണ് സിനേറിയോ നമ്പർ 1. ഇനി നമുക്കൊരു അടുത്ത സിനേറിയോ നോക്കാം. സെയിം തന്നെ നമ്മൾ 100 റുപ്പീസിൽ ബൈ ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് 70. 70 സ്റ്റോപ്പ് ലോസ്. നമുക്കിവിടെ ടാർഗറ്റ് ഉണ്ട് 200 ടാർഗറ്റ്. സോ ഈ സിനേറിയോയിൽ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് കയറി കുറച്ച് താഴേക്ക് വന്ന് തിരിച്ചും താഴേക്ക് വരുന്നു. വീണ്ടും നമുക്ക് താഴേക്ക് വരികയാണ്. സോ മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കുറച്ച് കോൺഫിഡൻസ് നമുക്കുണ്ടാവും. മാർക്കറ്റ് ചിലപ്പോൾ നമ്മുടെ 70ൽ വന്ന് ടച്ച് ചെയ്തിട്ട് ചിലപ്പം അപ്പ് സൈഡിലോട്ട് പോയിട്ട് ടാർഗറ്റ് വരെ എത്തിയേക്കാം എന്നൊരു കോൺഫിഡൻസ് നമ്മളിവിടെ ഉണ്ടാവുക എന്നിരിക്കട്ടെ. നമ്മളപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒന്ന് ഇറക്കി 60ലോട്ട് വെക്കും. നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ ഞാനിത് ഒരുപാട് ഫസ്റ്റ് ടൈമിൽ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും 70 ടച്ച് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് റിവേഴ്സലായി. ഇങ്ങനെ റിവേഴ്സലാവുന്നു. സോ നമ്മളവിടെ കോൺഫിഡൻസ് നമുക്ക് കൂടി, നമ്മൾ കറക്റ്റാണ്, നമ്മളവിടെ 70 ഇട്ടിരുന്നെങ്കിൽ അത് ചിലപ്പോൾ അടിച്ചിട്ട് ഇപ്പോൾ മേളിലോട്ട് പോയേനെ. അപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് മേളിലോട്ട് പോയിട്ട് വീണ്ടും 70നെ ക്രോസ് ചെയ്യുന്നു. സോ 60ലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കും, ഇല്ല മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്, ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും 50ലേക്ക് ഇറക്കി വെക്കുകയാണ് സ്റ്റോപ്പ് ലോസ്. നമ്മൾ 50ലേക്ക് ഇറക്കി വെച്ചു. സോ ഇത് നമ്മുടെ ഹോപ്പാണ്. മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകുന്നു. പക്ഷേ വീണ്ടും മാർക്കറ്റ് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് നേരെ റെസിസ്റ്റൻസ്, അതായത് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് നേരെ താഴേക്ക് വന്ന് നമ്മുടെ 50 എന്ന് പറയുന്ന SL ഹിറ്റായി. സോ ഇതാണ് സെക്കൻഡ് സിനേറിയോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്തായാലും നമുക്ക് സംഭവിച്ചത്, നമ്മൾ 100ൽ ബൈ ചെയ്ത് 200 ടാർഗറ്റ് വെച്ച്, പക്ഷേ 130 എത്തിയപ്പോൾ തന്നെ ഫിയർ കാരണം നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. സോ നമുക്കിവിടെ ഒരു
20K പ്രോഫിറ്റ് ആയിരുന്നു ടാർഗറ്റ് വന്നാൽ കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 13K ആയപ്പോൾ തന്നെ നമുക്ക് ഫിയർ ആയിട്ട് നമ്മളിതങ്ങ് എക്സിറ്റ് ചെയ്ത് മാറി. അത് നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ 200 എന്ന് പറയുന്ന ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാമെന്നുകൂടെ വിചാരിക്കുക. അപ്പം നിങ്ങൾക്കിത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു ട്രേഡ് എടുത്തു, അത് ടാർഗറ്റിലേക്ക് പോയി, പക്ഷേ നമ്മൾ അതിന് മുമ്പേ എയർലി എക്സിറ്റ് ചെയ്ത് മാറുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പം ഇതാണ് സിറ്റുവേഷൻ. 20K പ്രോഫിറ്റ് കിട്ടേണ്ട അടുത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 13K മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. സോ കിട്ടിയത് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നു. ഇനി ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാക്സിമം ലോസ് വരേണ്ടിയിരുന്നത് 7K ഉള്ളൂ എന്ന് കരുതുക. നമ്മുടെ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് ആയ 70 ഹിറ്റ് ചെയ്യുന്നെങ്കിൽ, പക്ഷേ നമ്മുടെ കോൺഫിഡൻസ്, കാര്യം ഇവിടെ വന്നാൽ തിരിയും, ഇവിടെ വന്നാൽ തിരിയും, ഇവിടെയെങ്കിലും വന്നാൽ തിരിയും എന്നുള്ളൊരു കോൺഫിഡൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഈ 7K എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 15K ലോസ് ആയിരിക്കും ബുക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് സിനേറിയോ നമ്പർ 2. സോ ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് വന്നത്, നമുക്കിവിടെ ഫിയർ വന്നു. അതായത് മാർക്കറ്റിൽ നമുക്കിപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ നമുക്കിവിടെ ജനറേറ്റായി ഈ ഫസ്റ്റ് സിനേറിയോയിൽ. ഈ സെക്കൻഡ് സിനേറിയോയിൽ നമുക്ക് എന്താ ജനറേറ്റ് ആയത്, അതായത് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ചിലപ്പോൾ കയറും, ഇവിടെ വന്നിട്ട് കയറും, ഇവിടെയെങ്കിലും വന്നിട്ട് കയറും എന്നുള്ളൊരു കോൺഫിഡൻസ്. സോ നമ്മുടെ SL ഹിറ്റ് ആവില്ല, അതിന് മുമ്പേ മാർക്കറ്റ് തിരിയുമെന്ന് പറയുന്ന ഒരു ലക്കിനെ വിശ്വസിച്ച് മാത്രം നമ്മളിരിക്കുന്ന ഒരു കോൺഫിഡൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ആയി. സോ ഈ ട്രേഡിൽ നമുക്ക് ഫിയർ ജനറേറ്റ് ആയപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്, 20K എന്ന് പറയുന്ന പ്രോഫിറ്റ് വെറും 30Kയിൽ നമുക്ക് എടുത്ത് ഇറങ്ങേണ്ട വന്നു. പക്ഷേ ഈ സിനേറിയോയിൽ കോൺഫിഡൻസ് കാരണം നമുക്ക് എന്ത് സംഭവിച്ചു, 7K ലോസ് വരേണ്ടടുത്ത് നമുക്ക് എന്താ വന്നേ, നമുക്ക് വന്നത് 15K ലോസാണ്. അപ്പം ഈ ഒരു സിനേറിയോ നമ്മുടെ ട്രേഡിംഗ് ചാനലിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. സോ ടാർഗറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് ക്ലോസ് ചെയ്യുന്നു, എന്നാൽ ലോസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാതെ SL അതായത് സ്റ്റോപ്പ് ലോസിനെ കൂട്ടി വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ഇത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇതെനിക്ക് മാറ്റാൻ സാധിക്കാത്തത്, ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? സോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫിയറും ഈ കോൺഫിഡൻസും വന്ന സ്ഥലമില്ലേ, അത് നമുക്ക് മാറിപ്പോയി. അതായത് നമ്മളൊരു വിന്നിങ് ട്രേഡിൽ നമുക്ക് ഫിയർ വന്നു, ഒരു ലൂസിങ് ട്രേഡിൽ നമുക്ക് കോൺഫിഡൻസ് വന്നു. സോ ഈ ഒരു റീസണാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. നമ്മൾ ഒരു വിന്നിങ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് അവിടെ വരേണ്ടിയിരുന്നത് എന്താണ്, എപ്പോഴും കോൺഫിഡൻസ് ആണ്. അതായത് ഒരു വിന്നിങ് ട്രേഡിൽ നമുക്ക് വരേണ്ട ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. പക്ഷേ നമുക്കിവിടെ എന്താ വന്നത്, നമുക്കിവിടെ വന്നത് വിന്നിങ് ട്രേഡിൽ വന്നത് ഫിയർ ആണ്. സോ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റിൻ്റെ കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ലൂസിങ് ഇത് വന്നപ്പോഴോ, ഒരു ലൂസ് ചെയ്യുന്നൊരു ലൂസിങ് ട്രേഡിലാണെങ്കിൽ നമുക്ക് എന്താ വരേണ്ടത്, ഫിയർ ഉണ്ടാവണം. പക്ഷേ നമുക്കിവിടെ എന്താ വന്നത്, നമുക്കിവിടെ വന്നത് കോൺഫിഡൻസ് ആണ്. അതായത് ഇവിടുന്നെങ്കിലും തിരിയും എന്നുള്ളൊരു കോൺഫിഡൻസ്. സോ ഈ സാധനം നേരെ തിരിഞ്ഞ് വന്നാൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് മാറിക്കിട്ടും. അതായത് ഒരു വിന്നിങ് ട്രേഡിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, അതുപോലെ ഒരു ലൂസിങ് ട്രേഡിൽ നമുക്ക് ഫിയർ ഉണ്ടാവണം. അതായത് ഈ 70 എന്ന് പറയുന്ന ഒരു SL ഹിറ്റ് ആകുമോ എന്നുള്ളൊരു പേടി, ആ പേടിയിൽ ഇനിയിപ്പോൾ 70 ഹിറ്റായില്ല, ഞാൻ 60ലേക്ക് ഇറക്കി വെച്ചാൽ ഇൻ കേസ് ഇത് 60ലേക്ക് വന്നാൽ എനിക്ക് SL കൂടില്ലേ എന്നുള്ളൊരു പേടി. പക്ഷേ നമ്മൾ നേരെ തിരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അതായത് ഇത്രയും ലോസ് വന്നില്ല, ഇനി കുറച്ച് ലോസും കൂടെ വന്ന് നമുക്കൊന്ന് നോക്കാം, ഇനി തിരിച്ച് കയറി പോയാലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ നമ്മുടെ ഈ ഇമോഷന്, അതായത് വിന്നിങ് സമയത്ത് കോൺഫിഡൻസ് ഉണ്ടാവുകയും ലൂസിങ് സമയത്ത് ഫിയർ ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്, ആദ്യം വേണ്ടതെന്നാൽ നമുക്ക് വിശ്വാസം വേണം. അതായത് നമ്മളെടുത്തിപ്പോൾ ഒരു അനാലിസിസ്, നിങ്ങളിപ്പം മറ്റൊരാളുടെ ഒരു കോള്, അതായത് ഒരു സജഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിനേറിയോ അല്ല ഞാനീ പറഞ്ഞത്, നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ട്രേഡിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ അനാലിസിസിനെ വിശ്വസിക്കണം. അതായത് ഞാൻ എടുത്ത ട്രേഡ് 100% ഞാൻ ഷുവറാണ് ഇത് ടാർഗറ്റ് പോകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. ഇപ്പോൾ അങ്ങനൊരു വിശ്വാസം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുക്കാൻ പോകരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു വിന്നിങ് സമയത്ത്, അതായത് മാർക്കറ്റ് 100ൽ നിന്ന് 130ലേക്ക് എത്തി, നമ്മൾ വിൻ ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്തിനാണ് ഫിയർ ഉണ്ടാവേണ്ടത്? ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് പോയാൽ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റോപ്പ് ലോസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ പ്രൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അവിടെ വീണ്ടും ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാര്യം ഇതിനി ഹിറ്റായാലും എനിക്ക് നഷ്ടം സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. സോ ഈ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വിന്നിങ് സമയത്ത് നമുക്ക് എന്ത് വേണം, കോൺഫിഡൻസ് വേണം. ലൂസിങ് സമയത്ത് എന്ത് വേണം, നമുക്ക് ഫിയർ വേണം. കാര്യം 70 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് താഴേക്ക് വെച്ചാൽ ഇൻ കേസ് ആ ഒരു വേസ്റ്റ് സിനേറിയോയെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഇൻ കേസ് അത് നമുക്ക്
അടിച്ചാൽ SL അടിച്ചാൽ നമുക്കൊരു 5000 രൂപ ലോസ് എന്ന് പറയുന്ന സാധനം നമുക്ക് 7000 രൂപയായിരിക്കും ലോസ്. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ഈ ഒരു 50 നമ്മൾ നിൽക്കാറില്ല, ചിലപ്പോൾ നമ്മൾ ഇതും താത്തി വെച്ചിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ബാക്കി ലക്കിന് വിടും. അതായത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഇത്ര ലോസായി, ഇനിയുള്ള പൈസ കിട്ടണം, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ അക്കൗണ്ട് 0 ആവുന്ന സമയത്തായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു 7000 രൂപ ലോസ് വരേണ്ട സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ അവിടെ വാഷ് ഔട്ടായി പോകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വളരെ പ്രശ്നമാണ്. നിങ്ങളുടെ അനാലിസിസിൽ, നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങൾ വിശ്വസിക്കുക, ഇത് 100 ബൈ ചെയ്താൽ 200 വരെ പോകുന്ന ഷുവറാണ്. ഇനി നിങ്ങളിത് 200 വരെ പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു പ്രോഫിറ്റ് നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം, 50% ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ മുഴുവനായിട്ട് അവിടെ എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് മണ്ടത്തരമാണ്. ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേണിയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഞാൻ അത്യാവശ്യം എനിക്കൊരു നല്ല ഒരു മൊമെൻറ്റം ക്യാൻഡിലൂടെയാണ് ഞാൻ എടുക്കുന്ന ട്രേഡ് വിന്നിങ്ങിലേക്ക് പോകുന്നതെങ്കിൽ ഞാൻ എൻ്റെ പകുതി ക്വാണ്ടിറ്റി അവിടെ എക്സിറ്റ് ചെയ്ത് മാറി എൻ്റെ ടെൻഷൻ അവിടെ ഒഴിവാക്കും. സോ നമുക്ക് ഈ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങനെ അങ്ങ് ഉൾട്ടടിച്ച് തിരിക്കാൻ പറ്റില്ല. പകരം നമുക്കതിന് ചെറിയ ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ പാർഷ്യൽ ക്വാണ്ടിറ്റി ബുക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിനോട് നിയർ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ്, കാര്യം പല സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 100 റുപ്പീസിൽ ബൈ ചെയ്തിട്ട് 190, 180 വരെ പോയിട്ട് വേണമെങ്കിൽ അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ദിവസം സംഭവിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കാണില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു 50% അല്ലെങ്കിൽ ഒരു 70 to 80% നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പഠിച്ച് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഫുൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിന്നിങ് ട്രേഡിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ഇത് നമുക്ക് ടാർഗറ്റ് പോകും എന്നുള്ളൊരു കോൺഫിഡൻസും. ലൂസിങ് ട്രേഡിലാണെങ്കിൽ ഈ SL ഞാൻ ഒരിക്കലും മാറ്റിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് SL അടിച്ചാൽ എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും എന്നുള്ളൊരു ഇമോഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. സോ ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കിനി ഒരു റിയൽ ലൈഫ് സിനേറിയോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളോടിപ്പം ഒരു ഓട്ടം മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറയുകയാണ്. അപ്പം നമുക്ക് ആ ഓട്ട മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് അതിലൊരിക്കലും വിജയിക്കാൻ സാധിക്കും. നമ്മൾ എത്ര സ്കിൽഫുൾ ആണെങ്കിലും എത്ര പ്രാക്ടീസ്ഡ് ആണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഓട്ട മത്സരത്തിൽ ജയിക്കാൻ സാധിക്കത്തില്ല. സോ ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ചുമ്മാ ഇരിക്കുന്ന നമ്മളോട് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഈ ഓട്ട മത്സരത്തിൽ പോയി പങ്കെടുത്ത് ജയിക്കാൻ പറഞ്ഞാൽ നമുക്കവിടെ കോൺഫിഡൻസ് ഉണ്ടാവുമോ ഉണ്ടാവാതിരിക്കുമോ? ഒരിക്കലും നമുക്കവിടെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാര്യം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഒരാളാണ്, നമ്മൾ ഇതിനു മുമ്പ് ഓടിയിട്ടില്ല, നമുക്കറിയില്ല ഇതെങ്ങനെ ഓടണം, എന്താണ് ഇതിനകത്തെ ടെക്നിക്ക്. സോ നമ്മളോട് ഇതിൽ പോയിട്ട് നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ജയിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പക്ഷേ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ടാവും, എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് കണ്ടെത്തി തിരുത്തി പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഓടാനുണ്ടാവും. സോ അങ്ങനെ ഒരാൾ ഓട്ട മത്സരത്തിൽ പോയാൽ എന്തായിരിക്കും? ട്രാക്കിൽ വന്ന് നിന്നാൽ തന്നെ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമോ, ഫിയർ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടാവും. ബിക്കോസ് അയാൾ അത്രയും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കിയിട്ടാണ് ആ ട്രാക്കിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പം ഒന്നും അറിയാതെ വന്ന് നിൽക്കുന്ന ഒരാളോട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. സോ അവരാണ് ഈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഓടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് പ്രൊഫഷണൽസ്. സോ അവർക്ക് എന്താണുള്ളത്? അവർക്ക് ആ ട്രാക്കിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമുക്ക് എന്തായിരിക്കും ആ ട്രാക്കിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളത്? നമുക്ക് ഫിയറാണുള്ളത്. സോ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻറ്റേജ് ആരുടെ കയ്യിലാണ്? പ്രൊഫഷണൽസിൻ്റെ കയ്യിലാണ്. കാര്യം അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, കാര്യം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഓട്ട മത്സരത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. സോ പ്രൊഫഷണൽസിനോട് നമ്മൾ റീറ്റെയിലേഴ്സ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ഇമോഷൻ കറക്റ്റ് ആവാതെ നമ്മൾ വന്ന് നിന്നാൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അവർ ഹാഫ് ജയിച്ചതിന് തുല്യം 50% അവരവിടെ വിജയിച്ചു. കാര്യം അവർ നമ്മുടെ ഇമോഷനെ അവർ വിജയിച്ചു. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായപ്പം നമുക്ക് ഫിയർ ഉണ്ടായി. അപ്പം ഇനി ഈ ഓട്ട മത്സരം പോലെ തന്നെ ട്രേഡിംഗ് മത്സരമെങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സ് വേഴ്സസ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് തമ്മിലാണ് മത്സരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മത്സരിക്കുന്ന ആരോടാണ്? നമ്മൾ മത്സരിക്കുന്ന ഒരു പ്രൊഫഷണൽസിനോടാണ്. അപ്പം വിന്നിങ് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ അവർക്കാകുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പ്രൊഫഷണൽ ട്രേഡേഴ്സിന് മാത്രം ഈ മത്സരത്തിന് പങ്കെടുക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. കാര്യം അവർക്ക് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കൂടെ മത്സരിക്കേണ്ട ആവശ്യമുണ്ട്. സോ എന്നാൽ മാത്രമേ അവർ വിജയിക്കുള്ളൂ. നമ്മൾ ലക്കിന് നോക്കി വിജയിക്കാതിരിക്കുമോ നോക്കിയിരിക്കുമ്പോൾ പ്രൊഫഷണൽസ് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ടെക്നിക്ക് മനസ്സിലാക്കി അവരുടെ ടെക്നിക്കിൽ മാത്രം അവർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. സോ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇമോഷൻ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിം ക്വിറ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എത്ര നാൾ നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റും? നമ്മുടെ കയ്യിലുള്ള കാശ് തീരുന്നിടം വരെ നഷ്ടം സഹിക്കാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോൺ എടുക്കും, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഗോൾഡൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് വരും നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ എത്ര നാൾ നമുക്കിതിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കും? ഇപ്പോൾ
ഇപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ട്രേഡിങ് മടുത്തിട്ടല്ല, ലോസ് മടുത്തിട്ടാണ്. അവരുടെ കയ്യിലുള്ള ഫണ്ട് തീരുന്നു, അവർക്ക് ഒരുപാട് കടം വരുന്നു എന്നൊറ്റ റീസൺ കൊണ്ടാണ് അവർ ട്രേഡിങ് നിർത്തിയിട്ട് പോകുന്നത് തന്നെ. നമ്മൾ വന്ന് നിൽക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ, അതൊരു പ്രൊഫഷണൽസിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. സോ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി വിജയിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരെ പോലെ തന്നെ പ്രൊഫഷണലി എക്യുപ്ഡ് ആയിരിക്കണം, അവരെ പോലെ തന്നെ ട്രെയിൻഡും എക്സ്പീരിയൻസ്ഡും ആയിരിക്കണം. ഇനി ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. സോ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ ഓടാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആ ഒരു മെൻറ്ററിനെ കൊണ്ട് സാധിക്കും. പക്ഷേ അവർ തരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതൊരു എക്സ്പീരിയൻസ് അല്ല, നമുക്കതൊരു ലേണിംഗ് അല്ലെങ്കിൽ നമുക്കതൊരു നോളേജ് മാത്രമാണ്. സോ ആ നോളേജ് മനസ്സിലാക്കി സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് വന്നാൽ മാത്രമേ നമുക്കൊരിക്കലും ഒരു പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുള്ളൂ. സോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും സാധിക്കത്തുള്ളൂ. സോ നമ്മളൊരു പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സാധിച്ച സംഭവിച്ച ഒരു പിഴ ഉണ്ടല്ലോ, വിന്നിങ് ട്രേഡിൽ ഫിയർ ഉണ്ടായതും ലൂസിങ് ട്രേഡിൽ കോൺഫിഡൻസ് ഉണ്ടായതും അത് നമുക്ക് തലകീഴായിട്ട് വരും. അതായത് അത് കറക്റ്റായിട്ട് നമുക്ക് സംഭവിക്കും. സോ നമ്മളെടുക്കുന്ന ഒരു ട്രേഡിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ എന്തിനും നമ്മൾ പകുതിക്ക് വെച്ച് എക്സിറ്റ് ചെയ്യണം? നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, അത് ടാർഗറ്റ് പോകുന്നു. സോ നമ്മളത് ടാർഗറ്റിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റിൽ നമുക്ക് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി ഈ പ്രാക്ടീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് കുറച്ച് ഗെയിൻ ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരാളുടെ 50K പ്രോഫിറ്റ് കണ്ടിട്ട് നാളെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരികയാണ്. ഇപ്പം ആരെങ്കിലും റാൻഡമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു, ഇന്ന് എനിക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ്, ഇന്ന് എനിക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ്. സോ അത് കണ്ടിട്ട് നിങ്ങൾ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഫാൻറ്റസി വേൾഡിൽ എനിക്കും അത് ഇത്രയും കിട്ടണമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അത് കിട്ടാനുള്ളൊരു എലിജിബിലിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ കാശുണ്ട്. സോ ഈ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കാശുള്ള ഏതൊരാൾക്കും ട്രേഡിങ്ങിലേക്ക് വരാൻ പറ്റും. വെറും ബൈ ആൻഡ് സെൽ മാത്രമല്ല ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്, സോ എനിക്കും ചെയ്യണം. അതൊരിക്കലും ഒരു ട്രേഡിങ്ങിലേക്ക് വരേണ്ട ഒരു എലിജിബിലിറ്റി അല്ല. സോ നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ്. ആ സ്കില്ലിനെ നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ എന്നോടിപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ട്രേഡിങ് ശരിയാവുന്നില്ല, ലോസ് വരാറുണ്ട്. ബ്രോ, എനിക്കും ലോസ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ ഇപ്പോൾ 3-4 വർഷമായിട്ടുണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ലക്ഷങ്ങളിൽ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഒരിക്കലും നമുക്കിതൊരു ഒരു ഡേ ഡ്രീം ഒന്നുമല്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കുറേശ്ശെ മനസ്സിലാകത്തുള്ളൂ. സോ ഒരു പ്രൊഫഷണൽസിൻ്റെ കൂടെ ഉള്ളൊരു ഓട്ട മത്സരം തന്നെയാണ്. ഇപ്പം ഒരു പ്രൊഫഷണലിനറിയാം അയാൾ എപ്പോൾ സ്പീഡിലോടണം. ഇപ്പോൾ ഇതൊരു റിലേ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഒരു റിലേ ആണ് നമ്മൾ ഓടുന്നത്. അപ്പം ഒരു പ്രൊഫഷണലിനറിയാം എപ്പോൾ സ്പീഡിൽ ഓടണം, എപ്പോൾ പെതുക്കെ ഓടണം, എങ്ങനെ നമ്മൾ സ്റ്റേബിളായിട്ട് ഓടണം, എങ്ങനെ നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ അവർക്കറിയാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വന്ന് കയറുന്ന ഒരാൾക്ക് നമുക്കറിയില്ല. നമ്മളൊരു റിലേ ഓടുകയാണ്, 4x എന്തായിക്കോട്ടെ, ഒരു റിലേ നമ്മൾ ഓടുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെടിവെച്ച കേൾക്കുമ്പോൾ തന്നെ സ്പീഡിൽ ആഞ്ഞ് വെച്ച് ഓടിയാൽ പകുതിക്ക് വേണ്ട, അതിന് മുമ്പേ നമ്മൾ കുഴഞ്ഞു വീഴും. സോ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ അവരുടെ സ്കില്ല് കാരണം, എക്സ്പീരിയൻസ് കാരണം അവർ പതുക്കെ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്യും. ഇപ്പം നിങ്ങളൊരു ജിമ്മിൻ്റെ ഒരു ട്രെയിനിങ് തന്നെ നിങ്ങൾ നോക്കുക. നമ്മൾ ആദ്യമായിട്ടൊരു ജിമ്മിലേക്ക് കയറുമ്പോൾ അവിടെ ഒരുപാട് വെയ്റ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, പല വെയ്റ്റ്സ് ഉണ്ടാവും. നമ്മളൊരു ഡമ്പൽ, ഇപ്പോൾ ഒരു 10 കിലോയുടെ ഡമ്പൽ ഫസ്റ്റ് ഡേ നമ്മൾ പോയി തൂക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ 10-15 കിലോയുടെ ഡമ്പലെടുത്ത് പൊക്കുന്നുണ്ടാവും. അയാൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടിട്ട് എനിക്കും അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ എത്ര നാൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ടൈം, അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ നോളജ്, അതെല്ലാം കൊണ്ടും അയാൾ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റെബിലിറ്റിയാണ്, അയാളുടെ ഒരു സ്ട്രെങ്താണ് ആ ഒരു 15 കിലോ അയാൾക്ക് തൂക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ നമുക്കും അത് സാധിക്കും. ഇപ്പം നിങ്ങളും ഒരാളുടെ പ്രോഫിറ്റ് കണ്ടിട്ട് വരുന്നത് നിങ്ങൾക്കും അയാളെപ്പോലെ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൽഫുൾ ആകുമ്പോൾ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ. സോ ചാർട്ട് എക്സ്പീരിയൻസ് ആണ് എല്ലാം. അതിൽ കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരിക്കലും വലിയ പ്രോഫിറ്റ് മോഹിച്ച് വലിയ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് വന്ന് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ചെറിയ ട്രേഡുകൾ എടുത്ത് വേണം പഠിക്കാനായിട്ട്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രേഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടെ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. മാർക്കറ്റ് എവിടെയും പോവില്ല, മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. മാർക്കറ്റിലുള്ള ട്രേഡേഴ്സിനെയാണ് പലപ്പോഴും കാണാണ്ടാവുന്നത്. മാർക്കറ്റ് ഒരിക്കലും കാണാണ്ടാവത്തില്ല, അത് ഇവിടെ തന്നെ എന്നും ഉണ്ടാവും എന്നുള്ളൊരു ബോധം നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. സോ നമ്മൾ മിസ്റ്റേക്സ് മാർക്കറ്റിൽ വരുത്തുക, ട്രേഡിങ്ങിൽ മിസ്റ്റേക്സ് വരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വന്ന മിസ്റ്റേക്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ അവിടെ ട്രേഡ് എടുത്തു, എന്തുകൊണ്ട് അത് റോങ് ആയി,
അപ്പോൾ ഇതൊക്കെ അനാലിസിസ് ചെയ്താൽ മാത്രമേ നമ്മൾ വരുത്തിയ ലോസിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ മാത്രമാണ്, നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടാനില്ല. സോ ലോസ് വരുത്തിയാലും ആ ലോസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ലോസിനെയും ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. സോ ഇനി വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു ബിഗിനേഴ്സ് ടിപ്പാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മൈൻഡിലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് എത്തിയാൽ എക്സിറ്റ് ചെയ്യുമെന്നൊരു കാര്യമല്ലാണ്ട് മറ്റൊരു ഓപ്ഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് ആദ്യം നിർത്താൻ ശ്രമിക്കുക. ഇപ്പം 70 ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസിൽ എടുത്തതെങ്കിൽ 70 വന്നാൽ ആ 70 തന്നെ എക്സിറ്റ് ചെയ്യും. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ബിഗിനർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മൈൻഡിലുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന 70നെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഓർഡറായിട്ട് സിസ്റ്റത്തിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അതിനുശേഷം നമ്മൾ അതിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുത്, പാറ പോലെ ഉറച്ച് നിൽക്കണം. സോ ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ബിഗിനറിനാണ് ഞാനിത് പറഞ്ഞുതരുന്നത്. നിങ്ങളൊരു മച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഇട്ട് വെച്ചാണ് ട്രെയിൻ ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കേണ്ട കാര്യമില്ല. കാര്യം എനിക്കറിയാം എൻ്റെ മൈൻഡിലുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറും. അതിനുശേഷം ഞാൻ വേറെ അവിടെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മോഷൻ ട്രേഡ് അല്ലെങ്കിൽ ഒരു ലൂസിങ് ട്രേഡിൽ ഹോപ്പ് കാരണം, അതായത് തിരിച്ച് കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂവെങ്കിൽ നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ ഓൾറെഡി 100ൽ ബൈ ചെയ്തു, മാർക്കറ്റ് താഴേക്ക് 40, 30 എത്തുക, 20 എത്തുക. അപ്പം രാവിലെ 10 മണിക്ക് എടുത്തൊരു ട്രേഡാണ്. സ്റ്റിൽ നമ്മൾ 3:15 വരെയും വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ ലൂസ് ആവുന്നത് നമ്മുടെ ടൈം ലൂസ് ആവുന്നുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ മണി ലൂസ് ആവുന്നുണ്ട്. മാത്രമല്ല ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സാവുന്നുണ്ട്. ചിലപ്പം ആ ലോസ് 70ൽ ബുക്ക് ചെയ്ത് മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റിക്കുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വന്ന ഫസ്റ്റ് ട്രേഡിൽ ലോസ് നമുക്ക് സെക്കൻഡ് ട്രേഡിൽ കൂടെ കവർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ അങ്ങനെ സാധിക്കാത്തതിൻ്റെ റീസണാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ ഇട്ട് വെക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്നത്. സോ ഇതാണ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ട്രേഡിങ്ങിൽ സംഭവിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്കില്ലുള്ള പ്രൊഫഷണൽസിൻ്റെ കൂടെ മത്സരിക്കുന്ന ഒരു ഓട്ട മത്സരം ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെതുക്കെ ചെറിയ രീതിയിൽ കയറി വരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.